പിന്നെ പുതിയ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിൽ കൊച്ചു പയ്യനാണല്ലോ. ബേസിൽ കൊച്ചു പയ്യനാണ്. വിനീതുണ്ട് അതിനകത്ത്, അതുപോലെ ധ്യാനുണ്ട് അതിനകത്ത്, പിന്നെ വിഷ്ണു ക്യാമറാമാൻ, എല്ലാം ചെറിയ കുട്ടികളാണ്. ഞാൻ കൽപ്പന ചേച്ചിക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കൽപ്പന ചേച്ചിക്ക് പകരമാണ് ഞാൻ ചെന്നൈന്ന് പറഞ്ഞു. അപ്പം പുതിയ ജനറേഷൻ്റെ ഒരു സെറ്റിലേക്ക് ചെല്ലുമ്പോൾ, ഒരു ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരിത്തിരി പേടിയുണ്ട്. അവരെങ്ങനെയായിരിക്കും എടുക്കണേന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. ഞാൻ ചെന്നപ്പം എല്ലാവരും ഷോർട്സൊക്കെ ഇട്ടിട്ട് അതുവഴി നടക്കുന്നുണ്ട്, എല്ലാവരും പാഞ്ഞു കുത്തിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബേസിലിനെ അറിയത്തുമില്ല, പിന്നെ വിനീതിനെയും ധ്യാനിനെ അറിയാം. അപ്പോൾ എല്ലാവരും നിൽക്കുന്ന എല്ലാവരും പിന്നെ നമ്മൾ ഷൂട്ടിങ് നടക്കുമ്പോഴും വേറെ സീൻസ് അവിടെ എടുത്തുകൊണ്ടിരിക്കുക. ഷൂട്ടിങ് നടക്കുമ്പോഴും മോണിറ്ററിൻ്റെ മുമ്പിൽ നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൈബ്. അപ്പം ബേസിലുള്ള ഒരു ആക്ടറിനെ എനിക്ക് പരിചയമില്ല. ശരിക്കും അത് വിനീതിനൊക്കെയാണല്ലോ അത്ര അറിയാവുന്നത്. കാരണം എനിക്ക് തോന്നുന്നു വിനീതിൻ്റെ അസോസിയേറ്റായിട്ട് തിരയോ അങ്ങനെ എന്തോ സിനിമ ബേസിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെ അഭിനയിക്കണ്ടേ അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ, അവരെങ്ങനെയാണ് ഉദ്ദേശിക്കണേ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, വിനീതിന് എന്നെ നേരത്തെ അറിയാം. അപ്പോൾ ചെന്നു, അമ്മയും മോനുമായിട്ടാണ് അഭിനയിക്കുന്നത്. എന്നെ ചെന്നു, വളരെ സോഫ്റ്റായിട്ട് വളരെ കാര്യങ്ങൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരും. പക്ഷേ അവർക്ക് അത് നമുക്ക് ശരിയാണെന്ന് തോന്നിയാലും അവർക്കത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരതിനൊരിക്കലും ഓക്കെ പറയത്തുമില്ല. അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ കുഞ്ഞിരാമായണത്തിൻ്റെ സെറ്റിൽ ശരിക്കും ഒരു ഉത്സവം പോലെയാണ്. അപ്പം എനിക്കിപ്പോൾ ഇത്രയൊക്കെ വയസ്സായെങ്കിലും ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് തോന്നി ഞാനൊരു 20 വയസ്സിലേക്കൊക്കെ എത്തിപ്പെട്ടു എന്ന് തോന്നി. കാരണം അത്രയ്ക്കും എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. കളിയും ചിരിയും, കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളിയായി ചിരിയായി ബഹളമായി. ബേസിലിൻ്റെ ഒരു പ്രത്യേക സൈസ് ചിരിയാണല്ലോ, പിള്ളേരുടെ സെറ്റിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ചിരിയാണ്. ധ്യാനാണെങ്കിൽ ഉറക്കെ ചിരിക്കും, അതുപോലെ വിനീതാണെങ്കിലും ഭയങ്കര രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ മമ്മൂക്കോയെ നമ്മുടെ കൂടെ ഇല്ല. മമ്മൂക്കയാണ് എൻ്റെ ബ്രദറായിട്ട് അഭിനയിച്ച്. ഞങ്ങൾ തമ്മിൽ ഒരു കവലയിലുള്ള ഒരു കോമ്പിനേഷൻ സീനുണ്ട്. ആങ്ങളയോട് എനിക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല, എന്നാൽ കുറുക്കി കൊള്ളുന്ന രീതിയിൽ പറയണ ഒരു സീനുണ്ട്. ഒരു ഉന്തുവണ്ടി എന്നൊരു ചൂലെടുത്തിട്ട് ഈ ആങ്ങളെ കുത്തി കുത്തി കൊള്ളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ചൂലെടുത്തിങ്ങനെ നോക്കിയിട്ട് എനിക്ക് ചൂല് വേണ്ട എന്ന് പറയണ ഒരു ഷോട്ടുണ്ട് മമ്മൂക്കോയെ നോക്കിയിട്ട്. എന്നോട് പുള്ളി ചോദിച്ചു, നീ എന്നെയാണോ ഈ ചൂലായിട്ട് ഉദ്ദേശിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു. പക്ഷേ അവിടെ ഇന്ദ്രൻ സേട്ടനുണ്ടെങ്കിലും മമ്മൂക്കയെ എല്ലാവരും ഉണ്ടെങ്കിലും എല്ലാവരും ഈ പിള്ളേരുടെ സെറ്റുകളുടെ കൂടെ ചേർന്ന് ഒരു പിള്ളേരായിട്ട് മാറിയിട്ട് ഒരു ഉത്സവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിരാമായണത്തിൻ്റെ സെറ്റിൽ. ഷോർട്സൊക്കെ ആണെങ്കിലും ഞങ്ങളിങ്ങനെ ഞാൻ ഈ അടുക്കളയിൽ ചെന്നിട്ട് ഈ കഞ്ഞി വാർത്തുകൊണ്ട് ഇളക്കി കഞ്ഞി വാർത്ത് അവിടെ കൊണ്ടുവച്ച് അവിടുന്ന് തുണിയെടുത്ത് ഇങ്ങനെ പറയുന്ന ഒരു ഷോട്ടുണ്ട്. ഞാൻ ആ പൊട്ടക്കൊളുത്തി ചാടി ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് വിനീതിനോട് പറയുന്ന ഒരു ഷോട്ടുണ്ട്. അതൊക്കെ ഒറ്റ ഷോട്ടിൽ പോകുന്ന സംഭവങ്ങളാണ്. പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ഒറ്റ സീൻ ഒറ്റ ഇതിൽ പോകുമ്പോഴേക്കും അത് നമ്മുടെ ലൈഫിൽ, അതായത് ബേസിലിൻ്റെ ഡയറക്ഷൻ എന്നുള്ള ഒരു രീതി വന്നപ്പോൾ ഓരോ പുതിയ ഡയറക്ടേഴ്സിൻ്റെയും എടുത്തുനിന്ന് പഠിക്കാൻ ഓരോ പാഠങ്ങളായിരുന്നു. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ്റെ സെറ്റിൽ അപ്പോൾ എന്നെ നാദിർഷ വിളിച്ചു. തൊടുപുഴയിലായിരുന്നു ഷൂട്ട്. അങ്ങനെ ഞങ്ങൾ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് ആദ്യം ക്യാരക്ടർ പറയുന്നില്ല. പിന്നെ ഞാൻ ആരോടും ക്യാരക്ടറൊന്നും ചോദിക്കാറുമില്ല. കാരണം നമുക്കൊരു പടം കിട്ടി, എന്താണെങ്കിലും ഇങ്ങനെയുള്ളവരുടെ പടം ഒന്നേ അമ്മയായിരിക്കും അല്ലെങ്കിൽ ചേച്ചിയായിരിക്കും. അപ്പോൾ ആ ഒരു നമുക്ക് ധാരണയുണ്ടല്ലോ. പ്രത്യേകിച്ച് പിന്നെ നാദിർഷ എന്ന് വിളിക്കുമ്പോൾ ഒന്നും ചോദിക്കാറില്ല. നാദിർഷ എൻ്റെ കൂടെ മ്യൂസിക് കോളേജിൽ ഒരേ കാലഘട്ടത്തിലുണ്ടായിരുന്നതാണ്. നാദിർഷയും നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അലക്സ് പോളും. അപ്പോൾ നാദിർഷ വിളിച്ച് അവിടെ ചെന്ന് കുറേ കഴിഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം റോൾ എന്താണെന്ന് അറിയണ്ടേ? ഞാൻ പറഞ്ഞു ഊമയാണെന്ന്. ഞാൻ ചോദിച്ചു പറഞ്ഞു ഊമ. ഞാൻ പറഞ്ഞു ഊമയോ?
അയ്യോ എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഊമയാന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഊമയെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ പറഞ്ഞ് ഊമയെക്കുറിച്ച് എന്തറിയാനാ? ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയല്ല, ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അത് നമ്മൾ പഠിക്കണ്ടേ. അല്ലാതെ നമ്മൾ അവരെ ഒന്ന് കണ്ട് ഒരു 2 ദിവസമെങ്കിലും അവരുടെ കൂടെ ഇരുന്നിട്ട് അവരെന്താ ചെയ്യണേന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ അല്ലാതെ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് സെറ്റിലേക്ക് വന്നിട്ട് ഊമ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനായിട്ടാ? ഞാൻ പറഞ്ഞു അയ്യോ എനിക്കറിയത്തില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് ഈ വേഷം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പം നാദിർഷ പറഞ്ഞു അല്ലല്ലല്ല നിക്ക് പേടിക്കണ്ട പോകാൻ വരട്ടെ. സീമയുടെ അടുത്ത് ഒരു ഊമ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും വിഷ്ണു പിന്നെ നമ്മുടെ വിപിനും പിള്ളേരോട് പറഞ്ഞു ദേ ചേച്ചിക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അപ്പുറത്തും ഇപ്പുറത്തും വന്നിരുന്നിട്ട് കഥ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ആദർശ ഊമയാന്ന് പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല. എനിക്കൊരു കുഞ്ഞു ഹിൻ്റ് പോലും അവർ തന്നിട്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ ഊമയാണെന്ന് പറയുന്നത് ശരിയാണ്? ആ ഞാൻ പറഞ്ഞ സത്യമായിട്ട് ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക, ഞാൻ ഈ ഊമ ചെയ്യില്ല. കാരണം എനിക്കറിയില്ല ഊമ ചെയ്യാനായിട്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റത്തൊന്നുമില്ല. ഇനി ഞങ്ങൾക്ക് വേറെ ആളെ മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളെനിക്ക് കാണിച്ചതാ എന്ന് പറഞ്ഞു. ഞങ്ങൾ കാണിച്ചു തരത്തൊന്നുമില്ല, തന്നെ അങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. കൂടെ നിൽക്കുന്നത് സലീമേട്ടൻ, അല്ല ബെസ്റ്റ് ആളാണ് കൂടെ നിൽക്കുന്നത്. പുള്ളി ഏത് ഉയരത്തിൽ വരെ ചെല്ലുമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പുള്ളിയുടെ ഒപ്പം ഞാൻ പിടിച്ച് നിന്നില്ലെങ്കിൽ അതും പ്രശ്നമാകും, പിടിച്ച് നിൽക്കണ്ടേ. അല്ലെങ്കിൽ ചിലപ്പം എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ ചീത്ത കേൾക്കേണ്ടി വരില്ലേ. ഞാൻ അഭിനയിച്ച ഈ പറഞ്ഞ പോലെ നാദിർഷയാണെങ്കിലും അതുപോലെ ബേസിലാണെങ്കിലും ഷൈനാണെങ്കിലും ഒക്കെ ഇതിനകത്ത് ആ സിനിമയുമായി ശരിക്കും പറഞ്ഞ് ബന്ധപ്പെട്ട് വരുമ്പോൾ ഓരോ കൊച്ചു കഥകൾ, കാരണം മറക്കാൻ പറ്റാത്ത ഓരോ കഥകളുണ്ട്. ക്രോണിക് ബാച്ചിലറിൽ ഒരു സീനുണ്ട്, നമ്മൾ മമ്മൂക്കയുടെ ചെറിയ പ്രായം, ബിയോണാണത് ചെയ്യുന്നത്. കാക്കനാട് ഒരിടത്ത് വെച്ചിട്ടാണ് ഷൂട്ടിങ്. അപ്പോൾ എനിക്കാണെങ്കിൽ നെക്സ്റ്റ് ഡേ ദുബായിക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ അന്ന് സന്ധ്യയ്ക്ക് മുമ്പ് നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ബിയോണും അതിനകത്ത് വേറൊരാളും കൂടി ഇങ്ങനെ കഥ പറഞ്ഞു വരുന്ന സീനുണ്ട്. ഒരു ഇതുണ്ട്, പ്രോംപ്റ്റിംഗ് ഇല്ല അവിടെ, പ്രോംപ്റ്റിംഗ് ഇല്ല. അപ്പോൾ ഈ കഥ പറഞ്ഞു വരുന്ന സീനിൽ 17 ടേക്ക് എങ്ങാണ്ട് എടുത്തു കഴിഞ്ഞു. ലൈറ്റ് പൊയ്ക്കൊണ്ടേ ഇരിക്കുക. എന്നെ വിടുകയും ചെയ്യണം. 6 മണിക്ക് മുമ്പ് ഈ ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഈ ഷൂട്ടിങ് തീർക്കുകയും ചെയ്യണം. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഇത്രയും ടേക്കുകൾ പോയിട്ടും ഞാനിങ്ങനെ നോക്കുമ്പം അദ്ദേഹം ഭയങ്കര കൂളായിട്ടിരിക്കുകയാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചീത്തയും തെറി അട്ടഹാസവും ഒക്കെ കേൾക്കും, ഭയങ്കര കൂളാണ്. പുള്ളി വീണ്ടും ഭയങ്കര വിനയത്തോടു കൂടി പറയും അതങ്ങനെയല്ല, അത് ഇങ്ങനെ ഒന്നും കൂടി ചെയ്യ്, അങ്ങനെ പറയും. ഇനി 18-19 ടേക്കോളം പോയെന്ന് തോന്നുന്നതിന് ശേഷം ആ ടേക്ക് ഓക്കെ ആയി. അപ്പോഴേക്കും എന്നിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഈ പ്രോംപ്റ്റിംഗ് ഇല്ലാത്തതും അതിങ്ങനെ പോകണം, ഇങ്ങനെ പോയി ഇവിടെ ചെന്ന് അവിടെ ചെന്ന് അവിടുന്ന് തിരിച്ച് ഇവിടെ വന്ന് പിന്നെ പോയിട്ട് അങ്ങനെയാണ് ആ ഷോട്ട് പോകുന്നത്. അപ്പം എന്നോട് ചോദിച്ചു സീമ ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ആ ഓക്കെയാ. അപ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, എനിക്ക് പതറിപ്പോകുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. കാരണം ഒറ്റ ടേക്കിൽ ഒറ്റ ഷോട്ടിൽ അത് ഓക്കെ ആക്കേണ്ട സീനാണ്. ടൈമില്ല, ലൈറ്റ് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ സർവത്ര ദൈവങ്ങളെയും വിളിച്ച് പ്രോംപ്റ്റിംഗ് ഇല്ലാതെ അത് പറഞ്ഞ് അവിടുന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് തിരിച്ച് ചെന്ന്, അപ്പോൾ ഈ കണ്ണുകളിൽ നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിയ ലാസ്റ്റ് ഒരു ശപിക്കുന്നുണ്ട്, മമ്മൂട്ടിയെ ശപിക്കുന്ന സീനുണ്ട്. നീയും നിൻ്റെ അനുഭവിക്കും എന്ന് പറയുന്ന ഒരു സാധനം. അതിൽ നിന്ന് നമ്മുടെ കണ്ണിൽ നിന്നും അഗ്നി വരണം, അത്ര ഇതിൽ വരണം, ആ സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വരണം. അപ്പം മിന്നി പോകണം അതിനകത്തെ ഭാവങ്ങളിങ്ങനെ. അപ്പം എല്ലാവരും ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയാണ് ആ ഷോട്ട് എടുക്കുന്ന സമയത്ത്. ഇടയ്ക്ക് കട്ട് ചെയ്ത് പോയാൽ തീർന്നു, ലൈറ്റ് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ആ ഒരു ഷോട്ട് വന്നു, ചെയ്തെല്ലാം കഴിഞ്ഞപ്പം ഭയങ്കര ഒരു കയ്യടിയായിരുന്നു. അത് സിദ്ദിഖേട്ടൻ്റെ
ഡയറക്ഷനിൽ അല്ലെങ്കിൽ സിദ്ദിഖേട്ടൻ്റെ എന്താ പറയുക ആ ഒരു നേതൃത്വത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു നന്മയും ആ ഒരു വ്യക്തിത്വവും ഒക്കെ അറിയാം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. എൻ്റെ ലൈഫിൽ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും കുറച്ച് മറക്കാനാവാത്ത ഒരു നിമിഷമുണ്ട്. പൃഥ്വിരാജിൻ്റെ കൂടെ വാസ്തവം സിനിമ. M. പത്മകുമാറായിരുന്നു ഡയറക്ടർ. അപ്പോൾ അതിനകത്തും ഇതുപോലൊരു ട്രോളി ഷോട്ടുണ്ട്. ഞാനും പൃഥ്വിയും മാത്രമാണ് ഷോട്ടിൽ. ഇങ്ങനെ ട്രോളി പൊയ്ക്കൊണ്ടേയിരിക്കും, നീട്ടിപ്പിടിച്ച് ഒരുപാട് ഡയലോഗ്സാണ്. അപ്പോൾ പൃഥ്വിയും പ്രോംപ്റ്റിങ് ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റല്ല. പറഞ്ഞു കൊടുക്കാൻ മെമ്മറീസിൽ ഞാൻ കൂടെ അഭിനയിക്കുന്ന സമയത്തും പുള്ളിക്ക് ഈ പ്രോംപ്റ്റിങ് അങ്ങനത്തെ പരിപാടി ഒന്നും ഇഷ്ടമല്ല. പുള്ളി ഹൈലി ടാലൻറ്റഡ് ആണ്. അപ്പം പുള്ളിയുടെ കൂടെ നിൽക്കുന്നവരും അതൊന്ന് ഇങ്ങനെ മനസ്സിലാക്കി നിന്ന് പോകണം. ഇതുപോലെ തന്നെ നമ്മുടെ ഒരു മനയിൽ വെച്ചിട്ടാണ് ഷൂട്ട്, പാലക്കാട്. അവിടെ ഇങ്ങനെ ചെന്നു, ഷൂട്ടിങ്ങിന് നിന്നു. അപ്പം എല്ലാം ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക, ട്രോളി പൊയ്ക്കൊണ്ടേ ഇരിക്കുക. പോയി അഭിനയം കഴിഞ്ഞപ്പോഴേക്കും കട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിൻ ഡ്രോപ്പ് സൈലൻ്റ് കുറച്ച് സെക്കൻഡ് നേരത്തേക്കിന് പിന്നെ ഭയങ്കര ഒരു കയ്യടിയായിരുന്നു. പക്ഷേ ആ സീൻ നിർഭാഗ്യവശാൽ പടത്തിൻ്റെ ലെങ്ത് കൂടി എന്ന് പറഞ്ഞിട്ട് ആ പടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു സീനാണത്. അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട്, അത്രയും നല്ലതുപോലെ ചെയ്യാൻ പറ്റിയിട്ട് പോലും അത് സിനിമയിൽ നിന്നും, ചില സിനിമകളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയതുപോലെ അത്രയും പെർഫോം ചെയ്തിട്ട് അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു സീനാണ്. അതായത് വാസ്തവം സിനിമയിൽ. അതിൻ്റെ ഇടയ്ക്ക് തമിഴിൽ ഞാൻ 1-2 സിനിമകളിൽ അഭിനയിച്ചു കേട്ടോ. അപ്പോൾ അത് ഈ അഭിനയിച്ചതിൽ അതിലൊരു രസകരമായ കഥയുണ്ട്. കാരണം ഞാനും ഇന്ദ്രൻ സേട്ടനും അതുപോലെ ജോയ് മാത്യു ചേട്ടനും കൂടെ പാതി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ണൂർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു കൺട്രോളറുടെ ഫോൺ കോൾ വന്നു. വിജയുടെ സിനിമ ഭൈരവയിൽ ഒരു മലയാളി ഫാമിലി ഉണ്ട്. അപ്പം അതിൽ സീമ ചേച്ചി വേണം, സീമ ചേച്ചി അഭിനയിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഭൈരവയോ അല്ലെങ്കിൽ വിജയോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്രൂ ആയിട്ടൊന്നും എനിക്കൊരു ബന്ധമില്ല, ആര് പറഞ്ഞിട്ടാണ് വിളിച്ചതെന്ന് ചോദിച്ചു. ഇനല്ല, തമിഴിൽ നിന്ന് അവിടുന്ന് വന്ന ഫോൺ കോളാണ്. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ പ്രൊഡക്ഷൻ കൺട്രോളറാണ് എന്നെ വിളിച്ചത്, മലയാളത്തിലെ. അപ്പോൾ എല്ലാം പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേച്ചി പിന്നെ എല്ലാം റെഡിയായി നിന്നു. ഞാനൊരു മീറ്റിങ്ങിന് കയറുവാണ്, മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയിൽ, ഇത് രാവിലെ നടക്കുന്ന സംഭവമാണ്, ഒരു 9 മണി വരെ രാത്രിയിൽ എന്നെ വിളിച്ചിട്ടില്ല. 9 മണിക്ക് ശേഷം എന്നെ വിളിക്കുന്നത് വേറൊരു കൺട്രോളറാണ്, മലയാളത്തിൽ നിന്നുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ? അപ്പോൾ പറഞ്ഞു അതെ, നമ്മുടെ വിജയുടെ പടത്തിലേക്ക് ഒരു ഇതുണ്ട്, റോളുണ്ട്, അതിനു വേണ്ടി വിളിച്ച. ഞാൻ പറഞ്ഞു അല്ല, എന്നെ ഇന്നയാൾ വിളിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, ഇപ്പം അവർ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പം റെമ്യൂണറേഷനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പം റെമ്യൂണറേഷനെ കുറിച്ച് സംസാരിച്ച് വന്നപ്പം ഏറ്റവും കുറഞ്ഞ റെമ്യൂണറേഷൻ പറയാൻ പറ്റത്തില്ല, നാണക്കേടാ. അപ്പോൾ അതുകൊണ്ട് അതും വിജയുടെയൊക്കെ പടമല്ലേ. അപ്പോൾ എന്നിട്ട് ഇത്രയും കുറഞ്ഞ റെമ്യൂണറേഷൻ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. അതല്ല, വിജയുടെ മൂവിയല്ലേ, അപ്പം സാരമില്ല, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് ചെയ്യുക, ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടി ബലം പിടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാവേ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് വേറെ 1-2 പേരോട് വിളിച്ചപ്പം എല്ലാവരും വിജയുടെ പടമല്ലേ എന്നാണ് പറയുന്നത്. അപ്പം ഞാനും വിചാരിച്ചു ശരിയാ, ഇത് വലിയൊരു കാര്യമാണല്ലോ, പുള്ളിയുടെ പടമല്ലേ,
അപ്പോൾ ശരി, ഈ കുറഞ്ഞ റെമ്യൂണറേഷന് പോകാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആദ്യത്തെ കൺട്രോളർ എന്നെ വിളിക്കുക. സിമി ചേച്ചി, ഞാൻ ഇത്ര ലക്ഷം രൂപയ്ക്ക് എല്ലാം ഇന്നലെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും റേഞ്ച് ഇല്ലാത്തടത്താണ് മീറ്റിങ്ങിന് പോയത്, ഒരുപാട് ലേറ്റായി, അതുകൊണ്ടാണ് ചേച്ചിയെ വിളിക്കാൻ വൈകിയത്. ഞാനിപ്പോൾ അവരെ വിളിക്കാൻ പോവുകയാണ്, ചേച്ചി ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അത് ഇന്നലെ രാത്രി തന്നെ ഫിക്സ് ചെയ്തല്ലോ, ഇന്ന കൺട്രോളർ എന്നെ വിളിച്ചല്ലോ, അത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ വിളിച്ചത്? അപ്പോൾ പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പോൾ എനിക്കാകെ കൺഫ്യൂഷനായി. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ പുള്ളി മീറ്റിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ തമിഴിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് അവർ കണ്ടിന്യൂസ് എന്തോ പുള്ളിയെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി വരെ പുള്ളിയെ കിട്ടാതെ വന്നപ്പം അവർ വേറൊരു കൺട്രോളറെ വിളിച്ച് എന്നെ കിട്ടണം എന്നവർ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ പുള്ളി എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച റെമ്യൂണറേഷൻ്റെ 10% പോലുമല്ല എനിക്ക് ഇയാൾ പറഞ്ഞ റെമ്യൂണറേഷൻ. പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും വിജയരാഘവനും കുട്ടേട്ടനും കൂടിയാണ്, ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് ആ പടം ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ചെന്നൈയിൽ ചെല്ലുന്നു. ചെന്നൈ ചെന്നപ്പം അതിലേക്ക് ഞാൻ ഈ വരാനുള്ള കാരണം, ഈ കാരവാൻ സംസ്കാരമുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ അത് വളരെ കൂടുതലാണ്. അപ്പോൾ ചെന്നൈയിൽ പിന്നെ അത് മാത്രമേ ഉള്ളൂ. കാരണം പണ്ട് സിനിമകളിൽ നസീർ സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാവരും ഒരു കുടുംബം പോലെ, ഒരു വീട്ടിലുള്ളവരെ പോലെ ചിലപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് ഒരിടത്ത് കിടന്നുറങ്ങി, ഒരിടത്തിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, അങ്ങനെ ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു മലയാള സിനിമയുടെ. അതായത് താഴ്ന്നവരെന്നോ ഉയർന്നവരെന്നോ ഇല്ലാത്ത ഒരു കാലഘട്ടം മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഈ പുതിയ ആൾക്കാർ വന്നതോടുകൂടി നമ്മുടെ എല്ലായിടത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ സിനിമയിലും മാറ്റങ്ങളുണ്ടായി. അപ്പം ഈ കാരവാനിലേക്ക് വന്നേ പിന്നെ എല്ലാവരും കാരവാനകത്തായി, ബന്ധങ്ങൾ ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ആർക്കും ആരോടും വലിയ കമ്മിറ്റ്മെൻ്റ് ഇല്ലാണ്ടായി. അവിടെ ഇരിക്കണു, സംസാരിക്കണു, പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യത്തിന് വരുന്നു, കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും കാരവാനിലോട്ട് കയറുന്നു, ഇങ്ങനെ. അപ്പോൾ അന്ന് നമുക്കിവിടെ കാരവാൻ കിട്ടുമെങ്കിലും ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആയിട്ട്, ഇപ്പോൾ ഹീറോയിനൊക്കെ വേറെ ആണെങ്കിലും സ്ത്രീകൾക്കായിട്ട് വേറൊരു കാരവാനായിരിക്കും. ഒരു റൂം സ്ത്രീകൾക്കും ഒരു റൂം അങ്ങനെ ആണുങ്ങൾക്കും ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ചെന്ന്, നമ്മൾ ഷൂട്ടിങ്ങിന് ചെന്നു, എനിക്ക് തോന്നുന്നു ഒരു 10-20-25 കാരവാൻ കിടപ്പുണ്ട്, എല്ലാവർക്കും കാരവാനാണ്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഒരു കാരവാനിൽ ആ ഡോറിൽ സീമാജി നായർ എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഞാൻ ഞെട്ടി, എൻ്റെ ജന്മത്ത് എൻ്റെ പേരോ കാരവാനിലോ? അപ്പം ഞാൻ പെട്ടെന്ന് നിന്ന്, കുട്ടേട്ടാ എൻ്റെ പേര് എഴുതിയിരിക്കുന്ന ആ കാരവാനിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, എൻ്റെ ദൈവമേ നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക, ഒന്ന് വാടച്ച് പിടിച്ച് ഇരിക്കുക. നിൻ്റെ പേരിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അത്രയും റെസ്പെക്റ്റ് തരുന്നത് കൊണ്ടാണ്. ഇനി അവിടെ ഇത് കിട്ടിയില്ല, അവിടെ മറ്റേ പേര് എഴുതി വെച്ച കാരവാനില്ല എന്ന് കരുതി നീ വിഷമിക്കേണ്ട, മിണ്ടാണ്ട് കയറിയിരുന്നു, അതുപോലെ തന്നെ ഇരുന്നു, ബാക്കിയെല്ലാം പുറകെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം കുട്ടേട്ടനറിയാം ഞാൻ ചിലപ്പം വല്ലതും വിടുവായത്തരോ അല്ലെങ്കിൽ വിവരമില്ലാതെ അയ്യോ എനിക്ക് കാരവാനോന്നൊക്കെ ചിലപ്പം അവരോട് ചെന്ന് ചോദിക്കും എന്നുള്ള ഒരിതുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓരോന്നും ഇങ്ങനെ ഹീറോയിൻ അല്ലെങ്കിൽ സഹക്കോ ആർട്ടിസ്റ്റുകൾ, ജഗപതി ബാബു സാറ്, കീർത്തി സുരേഷൊക്കെയാണ് അതിൽ അഭിനയിച്ചത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ഒരു സീറ്റുണ്ട്, ആരും മിണ്ടത്തില്ല. നമുക്കൊന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും ഒരു 100 പേരുടെ, ഇപ്പം നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഒരു 100 പേരോട് അനുവാദം ചോദിച്ചിട്ട് വേണം അവരിലേക്ക് എത്താൻ, അല്ലെ അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ. അവർക്ക് മൂഡ് ശരിയല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു. തമിഴ് സിനിമയിൽ നമ്മൾക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾക്ക് അത്രത്തോളം ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ശരിക്കും ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് പിന്നെയും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അപ്പോഴാണ് ഭരതൻ എന്നാണ് ആ ഡയറക്ടറുടെ പേര്. അതിനു മുമ്പ് അദ്ദേഹം വിജയിയെ വെച്ചിട്ട് ഒരു പടം
ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, സാർ എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത്, എനിക്ക് സാറിനെ അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നെ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ കുറേ സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. എന്നിട്ട് ലാപ്ടോപ്പിൽ എൻ്റെയും കുട്ടിയേട്ടൻ്റെയും ഞങ്ങളുടെ മോളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുടെയും പടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ പുള്ളിക്ക് ഒരേ വാശി, ഞാൻ തന്നെ വേണം. അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് ഈ പുള്ളിയെ അറിയത്തില്ല. ഈ എൻ്റെയും കുട്ടിയേട്ടൻ്റെയും ഒരു കുടുംബം, ഒരു ഫാമിലി പോലെ ലാപ്ടോപ്പിൽ ആ പടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ പറഞ്ഞു, മാമിനെ തന്നെ വേണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് മറ്റേ കൺട്രോളറെ പിന്നെ കിട്ടാതെ വന്നപ്പം പകരം ആ അടുത്ത കൺട്രോളറെ വിളിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ തമിഴ് സിനിമ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ 10-13 ദിവസത്തെ ഷൂട്ട് എനിക്ക് ഉണ്ടായിരുന്നുള്ളെങ്കിലും ലൊക്കേഷൻ ഒരുപാട്, തിരുനെൽവേലി ഉണ്ടായിരുന്നു, ചെന്നൈ ഉണ്ടായിരുന്നു, രാജമന്ത്രി ഉണ്ടായിരുന്നു. അവിടുത്തെയൊക്കെ യാത്രകളാണെങ്കിലും ശരി, അവിടുത്തെ കോടതി സീനൊക്കെ രാജമന്ത്രിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആ സീനുകളാണെങ്കിലും ഒക്കെ ശരി, അതൊക്കെ ഒരു തമിഴ് സിനിമയിൽ നമ്മൾ വലിയൊരു പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അവിടെ ചെന്ന് പുള്ളി എന്നെ കണ്ടപ്പോൾ പുള്ളി ഒന്ന് ഞെട്ടി. ഞാൻ ഇവരെ അല്ലല്ലോ അവിടെ കണ്ടത്, മറ്റേ ഇതിൽ കണ്ടത്. അയ്യോ ഇത് ശരിയാവില്ല. അപ്പം കാവ്യയെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇത് ശരിയാവത്തില്ല, ഇതെങ്ങനെ എൻ്റെ അമ്മയായിട്ട് ശരിയാവും, അത് ശരിയാവില്ല, അയ്യോ നമുക്ക് അത് വേണ്ട. അപ്പോൾ അതെന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അത് വിട്ടേക്കാം, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാനവിടെ ചെല്ലുകയും ചെയ്തു. തിരിച്ചു പോന്നാൽ എനിക്ക് നാണക്കേടാ. കാരണം ഇവിടെ കൊട്ടിക്കൊഴിച്ചിട്ടാണ് പോയിരിക്കണേ. ചരൺ സാറിൻ്റെ പടത്തിൽ പിന്നെ നല്ല വേഷമാണെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് പോയിരിക്കുന്നത്.